ഭൗതിക ശാസ്ത്രത്തിൽ അളവുകളും യൂണിറ്റുകളും ആസ്പദമാക്കി അടിസ്ഥാന അളവുകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് അടിസ്ഥാന അളവുകൾ? പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുവാൻ കഴിയാത്തതുമായ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യാണ്? പരസ്പരം ബന്ധമില്ല, അവ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല, മറ്റൊന്നിൻ്റെ ആവശ്യവുമില്ല അവയ്ക്ക് നിലനിൽക്കാൻ. അങ്ങനെയുള്ള അളവുകൾ നമ്മൾ പറയുന്നതാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 എണ്ണമാണ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്: മാസ്, ലെങ്ത്, ടൈം. മാസ് എന്ന് വെച്ചാൽ പിണ്ഡം, ലെങ്ത് എന്ന് വെച്ചാൽ നീളം, ടൈം എന്ന് വെച്ചാൽ സമയം. ഇനി ഈ അടിസ്ഥാന അളവുകളെ പണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് CGS, രണ്ടാമത്തെ MKS, മൂന്നാമത്തത് FPS. അതായത് CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ ഈ CGS സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നാണ്. CGS എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. MKS എന്ന് പറഞ്ഞാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. FPS എന്ന് പറഞ്ഞാൽ ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഇവയെല്ലാം എന്താണ്? യൂണിറ്റിൻ്റെ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് എന്തെന്ന് പറഞ്ഞാൽ CGS എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. അതായത് നീളത്തിനെ പറയാനായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയിരുന്നു. പിണ്ഡം മാസിനെ പറയാനായിട്ട് ഗ്രാം, ടൈം സമയത്തിനെ പറയാനായിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി MKS എടുത്താലോ? മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അപ്പം ആ സമയത്ത് നീളത്തിനെ മീറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു, മാസിനെ കിലോഗ്രാം കൊണ്ട് പറഞ്ഞു, അതുപോലെ തന്നെ സമയത്തിന് എന്ത് പറഞ്ഞു? സെക്കൻഡ് കൊണ്ടും പറഞ്ഞു. ഇനി FPS വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അന്ന് ഫൂട്ട് അല്ലേ, പാദ അടിസ്ഥാനത്തിലാണ് നീളത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാസിനെ പൗണ്ടിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, സമയം സെക്കൻഡിലാണ്. അപ്പം CGS ആവട്ടെ, MKS ആവട്ടെ, FPS ആവട്ടെ, സമയത്തിൻ്റെ യൂണിറ്റ് 3ലും എന്താണ്? സെയിം ആണ്. 3ലും സെക്കൻഡ് കൊണ്ട് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ MKSനെ പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. MKS യൂണിറ്റിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് നമ്മൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയും? യൂണിറ്റുകളുടെ അടിസ്ഥാന അന്താരാഷ്ട്ര പദ്ധതി, അതായത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്നാണ് SI യൂണിറ്റ് അല്ലേ. ഇൻ്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് എന്നും നമ്മൾ പറയുന്നു. അതെന്ന് പറഞ്ഞാൽ എന്താണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്? MKSൻ്റെ പരിഷ്കരിച്ച രൂപമാണ്. ഇനി SI യൂണിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1960-ലാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്. SI യൂണിറ്റ് ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് 1960-ലാണ്. ഇത് 1960 തൊട്ടാണ് SI യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തത്? ഉപയോഗിച്ച് തുടങ്ങിയത്. SI യൂണിറ്റ് സമ്പ്രദായത്തിൽ അടിസ്ഥാന അളവുകളുടെ എണ്ണം എത്രയാണ്? മെയിനായിട്ട് നമ്മൾ അടിസ്ഥാന അളവുകൾ പറഞ്ഞു 3 എണ്ണം. മാസ്, പിണ്ഡം, നീളം ലെങ്ത്, ടൈം സെക്കൻഡ്. എന്നാൽ അടിസ്ഥാന SI യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര അടിസ്ഥാന അളവുകളുണ്ട്? 7 അടിസ്ഥാന അളവുകളാണുള്ളത്. SI യൂണിറ്റിൽ എത്ര അടിസ്ഥാന അളവുകളുണ്ട്? 7 അടിസ്ഥാന അളവുകളാണ് ഉള്ളത്. നോട്ട് ചെയ്തേക്കണം. SI യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി പ്രകാരം 7 അടിസ്ഥാന അളവുകളാണ് ഉള്ളത്. ഇനി SI യൂണിറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? SI യൂണിറ്റ് കൊണ്ടുവരാനുള്ള കാരണം, അതാണ് അതിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നത്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഏകീകൃത യൂണിറ്റാണ്. എവിടെ മെഷർ ചെയ്താലും, ഇപ്പം ഇന്ത്യയിൽ മെഷർ ചെയ്താലും, ലണ്ടനിൽ മെഷർ ചെയ്താലും എല്ലായിടത്തും എന്താണ്? ഒരുപോലത്തെ യൂണിറ്റാണ്. ഏകീകൃത യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലണ്ടനിൽ മെഷർ ചെയ്താലും അതുപോലെ തന്നെ ഇന്ത്യയിൽ മെഷർ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാണ്? സെയിം തന്നെയായിരിക്കും അളവ്. അതായത് കിലോഗ്രാം ആണ് നമ്മുടെ ബേസിക് SI യൂണിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ നമ്മൾ 1 കിലോ മെഷർ ചെയ്യുന്ന അതേ തൂക്കം തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് ലണ്ടനിൽ മെഷർ ചെയ്യുമ്പോഴും രണ്ടിടത്തും ഒരുപോലെ ആയിരിക്കും. അതാണ് ഏകീകൃത യൂണിറ്റായി. SI യൂണിറ്റ് വന്നതോടുകൂടി എന്താണ്? ആ സിസ്റ്റം വന്നതോടുകൂടി, ഇൻ്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് വന്നതോടുകൂടി എന്താണ്? യൂണിറ്റുകൾക്കൊക്കെ ഒരു ഏകീകൃത സ്വഭാവം നിലവിൽ വന്നു. പിന്നെ അന്താരാഷ്ട്ര അംഗീകാരമുള്ളതായി മാറി. എല്ലായിടത്തും ഒരേ ലെവലിലാണ്. മാസ് എപ്പോഴും കിലോഗ്രാമിലായിരിക്കും മെഷർ ചെയ്യുന്നത്. ആ രീതിയിലായി. ടൈം സെക്കൻഡിലായി, ലെങ്ത് മീറ്ററിലായി. അങ്ങനെ അന്താരാഷ്ട്രമായി അംഗീകാരമുള്ളതായി മാറി. എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കുവാൻ പര്യാപ്തമായി. ഇനി ഏകദേശമുള്ള എല്ലാ ഭൗതിക അളവുകളെയും നമുക്ക് അടിസ്ഥാന അളവുകളെയും മെഷർ ചെയ്യാനായിട്ടുള്ള യൂണിറ്റുകളും നമുക്ക് ഇതുവഴി നിലവിൽ വന്നു. അടിസ്ഥാന അളവുകൾ, അതായത് SI യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 7 തരത്തിലുള്ള അടിസ്ഥാന അളവുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് നീളം, അതായത് ലെങ്ത്.
പിണ്ഡം മാസ്, സമയം ടൈം, വൈദ്യുതി പ്രവാഹം ഇലക്ട്രിക് കറണ്ട്, താപനില ടെമ്പറേച്ചർ, പദാർത്ഥത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പ്രകാശ തീവ്രത ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ എത്ര അടിസ്ഥാന അളവുകളുണ്ട്? 7 അടിസ്ഥാന അളവുകളാണുള്ളത്. മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്നിവ. ഇനി അവയുടെ യൂണിറ്റുകൾ നോക്കാം. നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, പിണ്ഡത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. MKS യൂണിറ്റിലും അതുപോലെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് MKS യൂണിറ്റ് പരിഷ്കരിച്ചാണ് എന്തുണ്ടായത്? SI യൂണിറ്റായി മാറിയത്. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ആഡ് ചെയ്തു? വേറെ 4 ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്തു. ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹം യൂണിറ്റ് ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിൻ്റെ അളവ് മോള്, പ്രകാശ തീവ്രത കാൻഡല. ഇനി അവയെ റെപ്രസെൻ്റ് ചെയ്യണത് എങ്ങനെയാണ്? പ്രതീകങ്ങൾ നോക്കാം. നീളത്തിൻ്റെത് മീറ്റർ, പിണ്ഡം കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹം ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിൻ്റെ അളവ് മോള്, പ്രകാശ തീവ്രത കാൻഡല CD. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ്. ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ച് ആണ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ്. ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ച് ആണ്. SI സിസ്റ്റം ഓഫ് യൂണിറ്റ് അനുസരിച്ച് 7 അടിസ്ഥാന അളവുകളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ലെങ്ത്തിനെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് യൂണിറ്റാണ് എന്ത്? മീറ്റർ. റെപ്രസെൻ്റ് ചെയ്യുന്നത് M. മാസ് പിണ്ഡം, അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോഗ്രാം, സിമ്പല് kg. ടൈം സെക്കൻഡ്, S കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് കറണ്ട് ആംബിയർ, A കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കെൽവിൻ, K കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, CD കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? 7 അടിസ്ഥാന അളവുകൾ: ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. യൂണിറ്റുകൾ എന്തൊക്കെയാണ്? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, മോൾ, കാൻഡല. ഇനി എന്താണ് പറയേണ്ടത്? നോട്ടായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. 1 ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ചസ് ആണ്. ഒരു ഹാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഇഞ്ചസ് ആണ്.